ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീൻ തുടങ്ങുന്ന ഒരു ഗ്രീൻ ടീ കൂടെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഗ്രീൻ ടീ കുടിച്ച് തുടങ്ങും. അപ്പോൾ ക്രിസ്മസിന് ശേഷമുള്ള കുഞ്ഞിൻ്റെ സ്കൂള് തുറക്കുവാണ്. ഒരു ഓട്ടപ്പാച്ചിലാണ് സത്യം പറഞ്ഞ. അപ്പോൾ രാവിലെ തന്നെ ഗ്രീൻ ടീയിൽ ഞാൻ കുറച്ച് തേൻ ചേർത്താണ് കുടിക്കുന്നത്. ഞാൻ ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മൾ ശരിക്കും രാവിലെ ചായ സ്കിപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അല്ലേ. അതുകൊണ്ടാണ് ഗ്രീൻ ടീ കുടിക്കണം കേട്ടോ. പിന്നെ ഞാൻ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തയ്യാറെടുപ്പിലാണ്. അവന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒന്ന് തന്നെ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയാണ്. പിന്നെ ഇന്നലെ വേവിച്ച വെജിറ്റബിൾസ് ഉണ്ട് സാമ്പാറിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന്, പിന്നെ കടുക് വറുത്ത് പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പം ഈസിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ രാവിലത്തെ ഈ ഓട്ടം എളുപ്പമാക്കാൻ ഇതുപോലെ അരിപ്പലഹാരങ്ങൾ, അതായത് ഇങ്ങനെ ആട്ടി വെച്ച ദോശ, അപ്പം, ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും രാവിലെ ഒത്തിരി എളുപ്പം. കുറേയൊക്കെ നമുക്ക് സമയം ലാഭിക്കും. പിന്നെ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണ കുറച്ച് മെനക്കെട്ട പരിപാടിയാണെങ്കിലും കുറേയൊക്കെ നമുക്ക് ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ രാവിലെ പാല് വന്നു. പിന്നെ പാല് അവിടെ കൊണ്ട് വയ്ക്കും കേട്ടോ. അച്ഛൻ പാല് അവിടെ കൊണ്ട് വയ്ക്കും. നമ്മൾ പാലെടുത്ത് രാവിലെ അവർക്ക് പാല് കുടിക്കണ ശീലമുണ്ട്. പിന്നെ ഞാൻ അവിടെ പെട്ടെന്ന് തന്നെ സാമ്പാറിന് റെഡിയാക്കി. സാമ്പാർ നമുക്കൊന്ന് കടുക് വറുത്ത് പൊടി ചേർത്താൽ മാത്രം മതിയായിരുന്നു. തലേദിവസം വേവിച്ച പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് സാമ്പാറും എളുപ്പമായപ്പോൾ എൻ്റെ ദോശയും സാമ്പാർ റെഡിയായി. അപ്പോൾ അങ്ങനെ പിന്നെ ആര്യക്കുട്ടൻ എന്നിടയ്ക്ക് എണീറ്റ് കേട്ടോ. എണീറ്റ് പല്ലൊക്കെ തേച്ചു. അത് കഴിഞ്ഞ് അവനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുത്തി. അപ്പോൾ കണ്ടോ, വീഡിയോ നോക്കി അവൻ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവസാനം ഞാൻ തന്നെ തനിയെ വാരി കൊടുക്കേണ്ടി വന്നു. അതിൽ തന്നെ നോക്കി ഇങ്ങനെ നുള്ളി ഇരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അവന് തനിയെ ദോശ വാരി കൊടുക്കേണ്ടി വന്നു. പിന്നെ അവൻ്റെ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ബാഗൊക്കെ സെറ്റ് ചെയ്ത് ടിഫിനും ലഞ്ചും ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദോശ തന്നെയാണ് അവൻ്റെ ടിഫിനും ലഞ്ചും. ഇന്ന് അതുപോലെ തന്നെ സ്കൂൾ വണ്ടി വരാൻ അല്പം വൈകി. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടി കേട്ടോ. സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി നിൽക്കുക. ഞാൻ ഇപ്പം വീഡിയോ ഒക്കെ പിടിക്കുന്ന അവൻ ഇപ്പം നോക്കുക കേട്ടോ. ഞാനിപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അവനത് നോക്കി നിൽക്കുക. അപ്പം ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.